ഹായ് എവരിവൺ. അങ്ങനെ നമ്മുടെ അനീഷിൻ്റെ ആദ്യ പ്രതികരണം വന്നു മക്കളെ. സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയുകയാണ്, അനീഷിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി സങ്കടമാണ് തോന്നിയത്. അതായത് ആർക്കെങ്കിലും വിജയമോഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അനീഷ് എന്താണ് പറയുന്നത് അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, പൊന്നു പ്രേക്ഷകരെ, വലിയ പ്രശ്നങ്ങളാണ് പൊട്ടാൻ പോകുന്നത്. ശൈത്യ അനുമോൾക്കെതിരെ കേസ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത്. എന്താണ് പ്രശ്നം? പിന്നീടൊരു ഷാനവാസ് ഉൾപ്പെടെയുള്ള ബിഗ് ബോസിൻ്റെ എല്ലാ കണ്ടസ്റ്റൻറ്റും അനുമോൾ, അതിപ്പോൾ കുറേ പേര് പറയുന്നത് അനുമോളുടെ PR കാര്യങ്ങൾ അങ്ങനെയല്ലേ കുറേ പേര് പറയുന്നത്, അതിനെതിരെ കേസിനും കാര്യത്തിനൊക്കെ പോകുന്നു എന്നാണ് വാർത്ത കിട്ടുന്നത്. അത് എന്താണ് സംഭവം? അതിനുള്ള എല്ലാ വാർത്ത എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അതിനെ വീഡിയോ ചെയ്യാം. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്കാർക്കും അറിയില്ല. ഞാൻ ആരുടെ ഭാഗത്തും നിൽക്കൂല, ആരുടെ ഭാഗം ശരിയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത, അനീഷിൻ്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനൊരു കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് മൈജിയാണ്. മൈജിയുടെ കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ ആദ്യമേ തന്നെ മൈജിയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ അനീഷ്, നല്ല കാര്യമാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. മൈജിയുടെ എടപ്പള്ളിയിലുള്ള ശാഖയിൽ വന്നിട്ടാണ് ഞാൻ കോമണർ ഓഡീഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമോ കിട്ടില്ലേ തുടങ്ങിയ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മൈജിയിൽ കാല് കുത്തുന്ന ആ ഒരു സമയത്ത് തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്നിൽ നിറയുകയും അങ്ങനെ തന്നെ എനിക്ക് വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ പാസ്സായിട്ട് വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ കടന്നുകൊണ്ട് എനിക്ക് ഈ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആവാനായിട്ട് സാധിച്ചു. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് മൈജിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വെൽ പ്ലേഡ് അനീഷിനോട് ഞാൻ അങ്ങനെ പറയുന്നു. അതായത് ഒരു കോമണർ സാധാരണക്കാരനാണ്. ഇൻസ്റ്റഗ്രാം പോലും ഇല്ല, യൂട്യൂബ് പോലും ഇല്ല. എല്ലാം ഉണ്ടായിന്. ഇൻസ്റ്റഗ്രാമിലാകെ 100 ഫോളോവേഴ്സ്, ഈ പറഞ്ഞ യൂട്യൂബിലാകെ 50 സബ്സ്ക്രൈബ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ബിഗ് ബോസിൽ പോയി റണ്ണറപ്പ് ആവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണോ? നിങ്ങൾ തന്നെ ചിന്തിക്കണം. ചില്ലറക്കാര്യം ഒരിക്കലും അല്ല മക്കളെ. എത്ര സെലിബ്രിറ്റികളാണ് അനീഷിൻ്റെ മുമ്പിൽ ഇറങ്ങിപ്പോയത് എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മനുഷ്യന് റണ്ണറപ്പായത് വിന്നറിനേക്കാളും മൂല്യമുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈജിയുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മൈജിയുടെ പ്രൊഡക്റ്റാണ് ഞാൻ എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് റണ്ണറപ്പായിട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാതെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മൈജി എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ ഗ്രഹോപകരണങ്ങളും സ്പോൺസർ ചെയ്യുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ മൈജിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത കൊല്ലം ഒരു കോമണർ കണ്ടസ്റ്റന്റ് മൈജിയിലൂടെ തന്നെ വരട്ടെ. തീർച്ചയായിട്ടും മൈജി കോമണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമ്മളിവിടെ നോക്കേണ്ടത് അനീഷിൻ്റെ മനസ്സാണ്. വീണ്ടും കോമണർ, അതായത് അനീഷ് പറയുന്നു ഇനിയും കോമണർ വരണം, കോമണർ ഇങ്ങനെ വിജയിക്കണം. ഒരു കാര്യം പറയുകയാണ്, ഇത് വലിയൊരു വിജയമാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കൂ, റണ്ണറപ്പ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോഴും കുറേ പേര് വാദിക്കുന്നത് അനീഷാണ് വിന്നർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയധികം പ്രേക്ഷകരിലേക്ക് എത്തിയത് വലിയൊരു നല്ല കാര്യമാണ്. ആർക്ക് പറ്റും ഇങ്ങനെ? കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയിച്ചപ്പോൾ അർജുൻ ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല റണ്ണറപ്പായിട്ട്. ആരും കമൻറ്റ് ഇട്ടിട്ടില്ല, ഫയർ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അനീഷിനും കുറേ പേര് കമൻറ്റ് ഇട്ട് സപ്പോർട്ട് ഇടുന്നുണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ വിജയമാണത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പം അതുകൊണ്ട് തന്നെ മൈജിയിലൂടെ അടുത്ത കൊല്ലവും ഇതേ ഒരു രീതിയിൽ കോമണർ കണ്ടസ്റ്റൻസ് വന്ന് ബിഗ് ബോസിൽ അടിച്ച് പൊളിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ പറയുന്നു, താങ്ക് യു മൈജി. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈജിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അസോസിയേറ്റ് ചെയ്യാനായിട്ട്, മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടെ മൈജിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ മൈജിയുടെ പ്രിയപ്പെട്ട ഷാജിക്കയോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. പൊന്നാര പ്രേക്ഷകരെ, ഒരു കാര്യം പറയാതെ പറയുകയാണ്. ബിഗ് ബോസിൽ അനീഷിൻ്റെ ഗെയിം നിങ്ങളൊന്ന് ചിന്തിക്കണം. ആരെങ്കിലും അനീഷ് പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടോ? ആരെങ്കിലും പരദോഷണം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു. ഏറ്റവും അവസാന വീക്കിൽ അനുമോൾ ഗ്രാഫ് കൂടി, കാരണം അനുമോൾ എല്ലാവരും കൂടി ആക്രമിച്ചു. അങ്ങനെയാണ് അനുമോളുടെ ഗ്രാഫ് കൂടിയത്. 11 ആഴ്ച വരെ അനീഷായിരുന്നു മുന്നിൽ. അതായത് ഒറ്റയ്ക്ക് നിന്ന് മികച്ച രീതിയിൽ കളിച്ച, ആരോടും ഒരു പരദൂഷണവും പറയാതെ കളിച്ച
ഒരു മികച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ നിർത്തുന്നു പുന്നാര പ്രേക്ഷകരെ. എന്താണ്, അതായത് വലിയ വലിയ പ്രശ്നങ്ങളാണ് പൊട്ടുന്നത്, ശൈത്യ കേസിന് പോകുന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും, ഉറപ്പാണ്. അതിനെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. നമ്മൾ സത്യത്തിനൊപ്പം മാത്രമായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയും, ആദ്യഘട്ടത്തിൽ അനീഷ് നല്ല ചെയ്യുമ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു, അതിനുശേഷം അനുമോളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു. അതായത് ഇതുവരെ അനുമോൾക്ക് വേണ്ടിയിട്ടോ അനീഷിന് വേണ്ടിയിട്ടോ ആർക്കും സംസാരിച്ചിട്ടില്ല. റീസെൻ്റ്ലി അപ്ലോഡ് ആക്കിയ വീഡിയോസ് അനുമോൾക്ക് അനുകൂലിച്ചിട്ടാണ്. കാരണം ഗെയിം കണ്ടിട്ടാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. പിന്നെ അനുമോൾ വിന്നറായെന്ന് എനിക്ക് 2 ദിവസം മുമ്പ് ഇൻഫർമേഷൻ, അതായത് വോട്ട് കിട്ടിയത് അനുമോൾക്കാണ്. അപ്പോൾ നമ്മൾ വിളിച്ച് പറയും, അതുമാത്രമാണ്. ഇനിയും അങ്ങനെയാണ്. അനുമോളുടെ ഭാഗം ശരിയാണെങ്കിൽ വിളിച്ച് പറയും, അനീഷിൻ്റെ ഭാഗം ശരിയാണെങ്കിൽ വിളിച്ച് പറയും. എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ പൊട്ടാൻ പോവുകയാണ്. എല്ലാം നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം ഞാൻ എത്തിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.